ഇതിപ്പോ UDF തൂക്കി എന്ന് പറഞ്ഞ വീഡിയോ തുടങ്ങിയിട്ട് കാര്യമില്ല. ഇത് തൂക്കലല്ല, തീർക്കലാണ്. 3.0 സ്വപ്നം കണ്ടിരുന്ന LDFിൻ്റെ കമ്മിക്കൂട്ടങ്ങളെ മൂഞ്ചിപ്പിച്ച് 3G അടിപ്പിച്ച് തീർത്ത് കളഞ്ഞു. തൂക്കിയതല്ല, തീർക്കലാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലാണ് ഈ ദിവസം. വൈ? ബിക്കോസ് നിങ്ങൾ എൻ്റെ പ്രൊഫൈല് ഡെയിലി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും, ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഈ പിണറായിസത്തിനെതിരെയാണ്. നോട്ട് ദ പോയിന്റ്, പിണറായിസത്തിനെതിരെ. എൻ്റെ മക്കളെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇത്ര കാലം കൊണ്ട് അനുഭവിച്ച കുറേയധികം വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാനത് പബ്ലിക്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ പേഴ്സണൽ വിഷയങ്ങളൊന്നും പറഞ്ഞ് വന്നിട്ടില്ല ഇതുവരെ കൂടുതലായിട്ട്. എവിടേക്കോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും പിന്നെ വീഡിയോ ഇടുന്നത് കൊണ്ട് വരാവുന്ന കുറച്ച് സാധനങ്ങളും. പക്ഷെ അതിൽ കൂടുതലുണ്ട്. നിങ്ങളുടെ ഇമാജിനേഷനും പുറത്ത്. ഇപ്പോൾ എന്നെ പേഴ്സണലി എൻ്റെ ലൈഫിൽ ഇടപെടുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഫേസ് ചെയ്യണമെന്നുള്ളത്. ഇന്നൊരു ദിവസം കൊണ്ട് ഇതെല്ലാം ന്യൂട്രൽ ആവാൻ പോവാണ്. വൈ? ബിക്കോസ് ഇവിടുത്തെ പിണറായിസം അവസാനിക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും ജയിച്ചിട്ടും ഒരുമാതിരി നാറിയ ജയമാണ് ധർമ്മടത്ത് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ പണി നിർത്തി വീട്ടിലിരിക്കണം എന്നേ ഞാൻ പറയും. അതാണ് നല്ലത്. എല്ലാവരും വനവാസത്തിന് ഇപ്പം പോകുമെന്ന് വിചാരിച്ചിരുന്ന VD സതീശൻ കേരളത്തിൻ്റെ CM ആവണം. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തിരിച്ച് വന്നാൽ അത് കൊള്ളാം. വൈ? ബിക്കോസ് കമ്മ്യൂണിസം എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, എപ്പോഴും ഒരു ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര പവർ, അതൊരു വേറെ ലെവൽ പവറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ ആവണം, വരണം, നല്ല നേതാക്കന്മാർ വരണം. ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഒന്നും കേരളത്തിലാവാൻ പാടില്ല. കേരളത്തിൽ കമ്മ്യൂണിസം നിലനിന്നാലേ NDA ഇവിടെ കയറാതിരിക്കും. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 3 സീറ്റുകൾ ഈ താമര വിരിഞ്ഞത്, അത് കുറച്ച് ഡേഞ്ചറാണ്. അവരെ പിടിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കന്മാരും വേണം. പിണറായിസും ഒക്കെ എടുത്ത് തോട്ടിക്കളയുക. ഓക്കെ, ഇതൊരു ഏകാധിപതിയുടെ ഭരണം, അങ്ങനത്തെ ഒരു ഏകാധിപതി മൂഡിലുള്ള പാർട്ടിയൊന്നുമില്ലല്ലോ. കേട്ട സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. അത് അങ്ങനെ തന്നെ പോകണം. പിന്നെ ഞെട്ടിച്ചതോടെ ഇന്ന് തമിഴ്നാട്ടിൽ വിജയ് ഞാൻ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സോറി വിജയ്, പൊളിറ്റീഷ്യൻ വിജയിനെ ഇഷ്ടപ്പെടുന്ന വിജയ് ഫാൻസിനോട് ഞാൻ വലിയൊരു സോറി പറയാണ്. ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ്യെ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈ ചെന്നിട്ട് മാച്ച് കാണാൻ പോയി. ചെന്നൈയുടെ മാച്ച്, മുംബൈ മാച്ച് കാണാൻ പോയപ്പോഴാണ് എനിക്ക് ആ വൈബ് മനസ്സിലായത്. തമിഴ്നാട്ടിലെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലായത്. ഞങ്ങൾ ശബ്ദത്തിൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ വണ്ടിയിലിരുന്ന് പോയി വരുന്നത് വരെ ഞങ്ങളുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക്ക് TVKയും വിജയും ആയിരുന്നു. അടിക്കും. കാരണം അവിടെ ചെന്നൈ ചെന്നപ്പോഴാണ് നമുക്ക്, ആ യാത്ര നടത്തിയപ്പോഴാണ് നമുക്ക് വാട്ട് ഈസ് TVK, എന്താണ് ഈ ചങ്ങായി ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു വൈബ് മനസ്സിലായത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ചങ്ങായി തമിഴ്നാട് തൂക്കുന്നുള്ളത്. തൂക്കി മക്കളെ, ഒരു രക്ഷയില്ല. ഒടുക്കത്തെ തൂക്കെന്ന് പറഞ്ഞാൽ പെരുന്തൂക്കാണ് തൂക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു വിജയന് പേരിൽ മാത്രം വിജയ് എന്നുണ്ട്, ജയിച്ചില്ല. മറ്റത് വിജയ് ശരിക്കും ജയിക്കും ചെയ്തു. പിന്നെ പുതുപ്പള്ളിയിലെ ചരിത്രം, പുതിയ ചരിത്രം, ചാണ്ടി ഉമ്മൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം. അത് പറയാതെ ഈ വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഓഫ് ഹിസ് ഫാദർ ഉമ്മൻചാണ്ടി. ആ മനുഷ്യനോട് കാലം കരുതി വെച്ചൊരു നീതിയുണ്ട്. അതാണ് സത്യത്തിൽ നിന്ന് നടപ്പിലായത്. ശരിക്ക് അദ്ദേഹം ഇല്ലയെന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ ഒരു എലക്ഷന് മുന്നിൽ നിന്നത്. ഒരു എന്താ പറയുക, ആരും കാണാത്തൊരു ഒരു തരം ഫിഗറായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹം എന്നില്ല. ബട്ട് ആ പൊളിറ്റീഷ്യൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇലക്ഷൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഇൻവിസിബിൾ ഉമ്മൻചാണ്ടി ഫാക്ടർ അത് ഭയങ്കരമായിട്ട് UDFനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്. സോ ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം അത് അച്ഛനോടുള്ള ഒരു റെസ്പെക്റ്റ് ആൻഡ് മോഡേൺ പൊളിറ്റിക്സിൽ മകനെടുത്ത കുറേയധികം തീരുമാനങ്ങൾ, ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ. അതായത് പോസ്റ്റർ ഒട്ടിക്കാതെ ഒരു ഗോ ഗ്രീൻ എന്നുള്ള ഐറ്റത്തിൽ കൂടുതൽ സ്പോർട്സ് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു കായികമായ പരിപാടികളിലേക്കൊക്കെ ആളുകളെ കൊണ്ടുവരാനും ആ നാടിനെയായിട്ട് തന്നെ. ഞാൻ പുതുപ്പള്ളി പോയി ക്രിക്കറ്റ് കളിച്ച ഒരാളായി ഇപ്പോൾ റീസെൻ്റ്ലി. ഈ ചങ്ങായി അവിടെ ക്രിയേറ്റ് ചെയ്തൊരു ഓറ ഭയങ്കരമാണ്. ബട്ട് ഹീ ഈസ് എ ബ്രില്യൻ പൊളിറ്റീഷ്യൻ. തലണ്ട്.
കാണിക്കുന്നത് എല്ലാം റിയലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുറേയൊക്കെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അത് അച്ഛൻ എന്താണോ ചെയ്യാതിരുന്നത് അതിൽ മകൻ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഗിമിക്കുകൾ ആഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രൂ ആണ്. കുറച്ച് ഫോക്സാണ്, കുറുക്കനാണ്. നിങ്ങൾ നോക്കി വെച്ചോ, ഒരു സ്പോർട്സ് മിനിസ്റ്റർ എന്നുള്ള രീതിക്കൊക്കെ കേരളത്തിൽ ഈ ചങ്ങായി കയറി വരും. ഇയാൾ തന്നെ ആയിരിക്കും അധികം സ്പോർട്സ് മിനിസ്റ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ധർമ്മടത്ത് നിന്ന് തുടങ്ങാം നമുക്ക്. 6 റൗണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പിന്നിൽ എന്ന് പറയുമ്പോൾ ചരിത്രമാണ്. ചരിത്രം ഇൻ ദ സെൻസ് ഒന്നും കൂടി UDF അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഥ വേറെയായിരുന്നു. പിണറായി വിറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇവിടുത്തെ കമ്മികളുടെ ഏറ്റവും വലിയ സീൻ എന്താ വെച്ചെങ്കിൽ ഈ 10 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവറ്റങ്ങ് ഭയങ്കര അഹങ്കാരമായിരുന്നു. മനസ്സിലായി? ഒരു കുട്ടി സഖാവിന് വരെ, പണ്ടത്തെ സഖാക്കന്മാർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യപ്പറ്റ് എന്ന് പറഞ്ഞ സാധനത്തിലെങ്കിലും അവർ സംസാരിക്കും, അല്ലെങ്കിൽ ഒരാളോട് ഇടപഴകും. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു സഖാവിനൊന്നും കാണാനില്ല. മനുഷ്യപ്പറ്റുള്ള സഖാക്കന്മാരെ തന്നെ വളരെയധികമാണ് കാണാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് 10 വർഷം കൂടി ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഗ്രൗണ്ട് ലെവലിൽ ആ ചൊറി മൂടും ഈ മനുഷ്യപ്പറ്റില്ലായ്മയും ഈ 10 വർഷം ഭരിച്ചതുകൊണ്ടുള്ളൊരു ഓവർ കോൺഫിഡൻസുമാണ് ഇന്ന് ഈ ഗതിയിൽ ഈ പാർട്ടി അടിഞ്ഞു കുത്തിയിരിക്കുന്നത്. ഓക്കെ, അടിഞ്ഞു കുത്തിയിരിക്കുന്നത്. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നിങ്ങൾ പൊട്ടി. നേതാക്കന്മാരോ തലക്കനം പിടിച്ച് തമ്പുരാക്കന്മാരും രാജാക്കന്മാരും ആയിട്ട് നടക്കുക, കുട്ടി സഖാക്കന്മാർ അതിലും വലിയ രാജാക്കന്മാരും രാജാത്തികളുമായിട്ട് നടക്കുക. അവിടെ തകരും കമ്മ്യൂണിസം. അതല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇനിയെങ്കിലും കുറച്ച് ബോധവും വിവരമുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്ത്. പി ജയരാജനൊക്കെ വിളിച്ച് കൊണ്ടുപോവാ, എന്നിട്ട് പാർട്ടി സെക്രട്ടറിയൊക്കെ ആക്ക്. അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ പറയുക, റിയൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു സാധനം രണ്ടാമത് പൊട്ടി മുളച്ച് വരും. അതെവിടെയും പോയിട്ടൊന്നുമില്ല, അത് വരും. അത് ഈ പിണറായിസത്തിൻ്റെ നിഴലിൽ താന്നു പോയതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ധർമ്മടത്തെ കാര്യം പറയുമ്പോൾ ധർമ്മടത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന അയാളെ പേരിപ്പം എന്തായിരുന്നു, അബ്ദുൾ റഷീദ്. ഓക്കെ, അബ്ദുൾ റഷീദിനോട് ഇന്ന് ഈ 4-5 റൗണ്ട് കഴിഞ്ഞ സമയത്ത് പിണറായി വിജയൻ പിന്നോട്ട് പോയപ്പോൾ, ഓക്കെ, ലീഡ് അടിച്ച് അബ്ദുൾ റഷീദ് നിന്ന സമയത്ത് മീഡിയക്കാർ പോയി ചോദിച്ചപ്പോൾ അബ്ദുൾ റഷീദ് കുറച്ച് കാര്യങ്ങൾ ദാറ്റ് ഹേർട്സ് മീ. എന്താ പറയുക, UDFൻ്റെ നേതാക്കളും ഓക്കെ, ഇപ്പോൾ VD സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കർ ചങ്ങാതി എല്ലാം എന്താ പറയുക, കണക്കിട്ട് അച്ചിട്ട് വരച്ച പോലെയാണ് സാധനങ്ങൾ എഴുതി. 100 എന്ന് പറഞ്ഞാൽ 101, 102 അടിയും. ഓക്കെ, ഇത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എന്തായാലും 100+ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ധർമ്മടത്ത് ഒരു ഇഞ്ചിന് ഒരു പൊടിക്ക് കൂടുതൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഇന്ന് ധർമ്മടത്ത് നിന്ന അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി സംഗതി തോറ്റാൽ ഈ ചങ്ങായി ജയിച്ച മട്ടാ. മനസ്സിലായോ? ഇന്ന് ജയിച്ച് ഭൂരിപക്ഷം കിട്ടിയവരേക്കാൾ കൂടുതൽ ഹീറോയിക് ഇമേജാണ് അബ്ദുൾ റഷീദിനുള്ളത്. റഷീദ് പറയുന്നതേക്ക് വിശ്വസിച്ചില്ല. ഞാൻ നേതാക്കന്മാരോടൊക്കെ അഭ്യർത്ഥിച്ച് ഒന്ന് വരണം. ഞാൻ എൻ്റെ മുഴുവൻ ദേശീയ നേതാക്കന്മാരോടും എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരോടും ഞാൻ കാലുപിടിച്ച് പറഞ്ഞു, ഒന്ന് വരണം, മണ്ഡലത്തിലൊന്ന് വരണം, നമ്മൾ ജയിക്കും. പക്ഷെ ആരും ചെവിയുണ്ടില്ല, എല്ലാവരും പുഞ്ചിരിച്ച് അതിനെ തള്ളുകയാണ് ചെയ്തത്. അവസാനം ഞാൻ വടകര MP ഷാഫി പറമ്പിലിനോടും പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു ദിവസം വരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്യാണ്. ഈ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ പറഞ്ഞവരാരും തന്നെ ധർമ്മടത്ത് വന്നിട്ടില്ല എന്നുള്ള സങ്കടമാണ്. ഞാൻ അന്നും പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു ധർമ്മടത്ത്. ചേട്ടൻ അറിയായിരിക്കും. കാരണം വേറെ ആരും ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, ഒരു പൊതുയോഗം വെച്ചിരുന്നില്ല, ഒരു റാലി, അവസാനത്തെ കൊട്ടിക്കലാശം ഒഴിച്ചു നിർത്തിയാൽ ഒരു റാലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിരാവിലെ 5:30 ഞാൻ ഇറങ്ങും. 5:30 മോർണിംഗ് വാക്കിൽ തുടങ്ങിയാൽ പുലർച്ചെ 3 മണിയാണ്. കേവലം ഉറങ്ങിയത് 2-2.5 മണിക്കൂറാണ്. എങ്ങനെ അങ്ങനെ സാധിച്ചെന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല. കാരണം ഞാൻ ഒരു ദിവസം തലയിറങ്ങി വീണു പ്രചരണത്തിൻ്റെ ഇടയിൽ. ആരോഗ്യവാനായ ഒരാളാണ്. അങ്ങനെ ആ ജനത്തോടൊപ്പം നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഞാൻ കടക്കുപുറത്തൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് ചേർന്ന് നിന്നപ്പോൾ അവരെന്നെ ചേർത്ത് പിടിച്ചു. 3 പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞു. 3 പഞ്ചായത്ത്, ചെമ്പിലോട്, അഞ്ചരക്കണ്ടി, വേങ്ങാട്. ഒരിക്കലും UDF ഭരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭരണത്തിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ലാത്ത മുഖ്യമന്ത്രിയുടെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലാണ് ഈ ചരിത്ര നേട്ടം. ഇപ്പോഴും 1000 വോട്ട് ലീഡിലാണ്. ഇനി എന്ത് ഇനിയിപ്പോൾ എണ്ണാനുള്ളത് മാവിലായി വില്ലേജാണ്, പെരളശ്ശേരിയാണ്, ധർമ്മടാണ്. പെരളശ്ശേരി കഴിഞ്ഞാൽ പെരളശ്ശേരി എന്ത് കടമ്പൂരും 7000 വോട്ട് ലീഡ് കഴിഞ്ഞോണം പിണറായി വിജയൻ നേടിയ പഞ്ചായത്താണ് പെരളശ്ശേരി. പക്ഷേ അത് കഴിഞ്ഞു എനിക്കൊരു പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായ സ്ഥലമുണ്ട്, കടമ്പൂരുണ്ട്,
മുഴപ്പിലങ്ങാടുണ്ട്. ഈ 2 പഞ്ചായത്ത് അവിടെ കിടക്കാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ധർമ്മടവും പിണറായി എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. തീർച്ചയായും എന്തായാലും രാഷ്ട്രീയപരമായി മാതൃഭൂമി ന്യൂസിലൂടെ ലോകത്തോട് പറയുന്നു, ധർമ്മടത്ത് UDF ജയിച്ചു. 10 വർഷം ഒരു നിലത്തെ ജനപ്രതിനിധിയായിരിക്കെ മുഖ്യമന്ത്രിയായിരുന്നിട്ടും ആ മണ്ഡലത്തിൽ 5 റൗണ്ടിൽ മുന്നിലെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്നുള്ള ഇയാളുടെ കോൺഫിഡൻസിൻ്റെ ഒരു 10-ലൊരു അംശം ഇയാളോട് കുറച്ച് കോൺഫിഡൻസ് UDF കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് നേതാക്കന്മാർ അവിടെ ചെന്ന് ഞാൻ ആലോചിച്ചിരുന്നു, എന്തുകൊണ്ടാണ് UDF ഇപ്പോൾ ജയിച്ചത്, എന്തുകൊണ്ടാണ് ഈ തരംഗം ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനോടുള്ള നാട്ടുകാരുടെ അറപ്പും വെറുപ്പും തരംഗം അതാണ് അല്ലേ? ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു തരം ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. അത് വരാനുള്ള മെയിൻ റീസൺ ആരാ? പിണറായി വിജയൻ തമ്പുരാൻ ചങ്ങായിയാണ്. ഇയാളോടുള്ള ദേഷ്യമാണ്. മനസ്സിലായോ? ഈ സംഗതി എന്തുകൊണ്ട് ധർമ്മടത്ത് ക്യാഷ് ചെയ്യാൻ വേണ്ടി UDF വരെ ശ്രമിച്ചില്ല എന്നുള്ളത് അതൊരു ഭയങ്കര ബ്ലണ്ടറായി. ഇത്രയൊക്കെ ചെയ്തിട്ടും അതും കൂടി ഒന്ന് ചെയ്യായിരുന്നു. കാരണം ഇയാൾ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു തരം വെറുപ്പിൻ്റെ ഒരു സംഗതിയുണ്ട്. അതിൻ്റെ മുകളിൽ കേരളം ഒട്ടാകെ പിടിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ധർമ്മടത്ത് ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ, ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു കാൻഡിഡേറ്റിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഇനി ചെയ്യരുത് എന്നുള്ളതാണ് UDFനോട് പറയാനുള്ളത്. കാരണം ഇയാൾ ഇത്രയും ചെയ്തോളി, ഒരു രക്ഷയില്ല. വിറപ്പിച്ച് പിണറായി ജയിച്ചിട്ടുണ്ട്, ഓക്കെ ജയിച്ചു, ബട്ട് ഇതെന്ത് ചെയ്യും? എന്ത് ചെയ്യും? 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ചെങ്ങായി സ്വന്തം നാട്ടിൽ വിറച്ച് ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജയമല്ല. നാട്ടുകാർ ലാസ്റ്റ് പറഞ്ഞല്ലോ, വീട്ടിൽ ചോദിച്ചാൽ മതി പറയുമ്പോൾ വീട്ടിൽ പോയിരുന്നോന്ന് പറഞ്ഞു. ഡാഷ് മോനെ എന്നാണ് വിളിച്ചത് രേവന്തേന്ന്. ഇപ്പം നാട്ടുകാർ വിളിക്കുന്നുണ്ട് ഡാഷ് മോനെ പിണറായി എന്ന്. വീട്ടിലിരിക്കല്ലാതെ ഒരു കളിയില്ല കാക്ക. പക്ഷേ UDFന് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ധർമ്മടത്ത്. ഇന്ന് ഒന്നും കൂടി സെറ്റായിരുന്നു. ഇത് പറഞ്ഞു പോകുമ്പോൾ ഇതിനിടയിൽ മണി രപ്പൻ ഇന്നലെ ഈ ചങ്ങായി ഇങ്ങനത്തെയൊക്കെ വിഷവിത്തുക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ഒരു ഓവർലോഡ് ബാഗേജായിട്ട്, ഒരു വേസ്റ്റ്, പൊളിറ്റിക്കൽ വേസ്റ്റ് ബാഗേജായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നത്. ഇന്നലെ പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരിക്കുകയാണ്. ഇതുപോലെ മികച്ച പ്രവർത്തനം കേരളത്തിൽ കാഴ്ചവെച്ചത് ഏത് ഗവൺമെന്റാ? മികച്ച ഭൂരിപക്ഷം കിട്ടും. പിന്നെ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടണമെന്നാണ് എൻ്റെ നിഗമനം. അതാണ് ജില്ലയിൽ 5 സീറ്റും തള്ളിക്കളയാനുണ്ട. പാർട്ടി കണക്കുകളിൽ തൊടുപുഴയും പീരുമേടും പുറകിലാണെന്നുണ്ടോ? ഏത് പാർട്ടി? ഞാനറിയാത്ത പാർട്ടിയോ ഇടുക്കിയിൽ? അങ്ങനൊന്നുമില്ല. തൊടുപുഴയും കൂടെ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. PJ ജോസഫ് ഇല്ലെന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്ലസ് പോയിന്റ്. അതാണ്. അപ്പൻ ഭരിച്ചൊന്നും ചെയ്തില്ല. പിന്നെ മകനെ ആക്കി എന്നൊരു പ്രശ്നവും അവര് UDF നേരിടുന്നുണ്ട്. ഇടുക്കിയിൽ കൈപ്പത്തി വന്നുകൊണ്ട് കോൺഗ്രസ് ജയിക്കുന്നതാണ്. കൈപ്പത്തിക്ക് എന്ന കാര്യം? കൈപ്പത്തി ഉണ്ടാക്കിയാണല്ലോ. കൈപ്പത്തി കൊണ്ട് ഉണ്ടാക്കിയാണല്ലോ ഇപ്പം താമരയുടെ കൈ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. കൈപ്പത്തി അടപ്പാകുക കേൾക്കുമ്പം. കൈപ്പത്തിക്കാൻ അഖിലേന്ത്യാ തോതിൽ ആദ്യം കാളയായിരുന്നു, മുഖം വെച്ച കാളയെന്ന് പോയി. പിന്നെ ഇന്ദിരാഗാന്ധി ആയപ്പോൾ കൈപ്പത്തിയായി. കൈപ്പത്തിക്കാരെ രാജി ഏൽപ്പിച്ചതാ. കൈപ്പത്തി ഭരിച്ച് ഗാന്ധിജിയെ കൊന്ന താമരക്കാരന്റെ കയ്യെ കൊണ്ട് എത്തിച്ചു കൊടുത്തു. കൈപ്പത്തിയുടെ മഹത്തരം അതാണ്. അത് അധികം ആരും വിളമ്പാതിരിക്കുക നല്ലത്. ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു ഓപ്പോസിഷൻ ആകുമ്പോൾ അതിനോട് റെസ്പെക്ട് കാണിക്കണം. കൈപ്പത്തി എന്ന് പറഞ്ഞ ഒരു അറ്റ തുപ്പ്. ചെറ്റെ പരനാറി. ഈ 10 വർഷം എന്നല്ല അതിന് മുമ്പും നീ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ സഹിച്ചതാണ്. വയസ്സായില്ലേ, വീട്ടിൽ പോയി കൂടിക്കൂടെ കാക്ക? ഇനിയും ചെറ്റവർത്താനം പറഞ്ഞ് വരാതിരിക്കുക. പണ്ടത്തെ പോലെയല്ല, എടുത്തിട്ട് ഉടുക്കും കുട്ടികൾ. മനസ്സിലായോ? ഇവനെപ്പോലുള്ള രാഷ്ട്രീയ വേസ്റ്റുകളെ, മാലിന്യങ്ങളെ ചുമക്കുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ഇങ്ങനത്തെ തെമ്മാടിത്തരം പറയുന്നവരെ ആദ്യം പിടിച്ച് മാറ്റണം. രാഷ്ട്രീയം മാറി, അതിന് മുഖം മാറി. പഴയ പോലെ വന്നിരുന്ന് വാവിട്ട വർത്താനം പറയുന്ന ഇമാതിരി മ്യൂസിയത്തിൽ വെക്കാൻ പാകത്തിനുള്ള ഓൾഡ് പീസുകൾ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അവരെ റിജക്റ്റ് ചെയ്യും. കാരണം അവിടെ ഒരു ഏജ് ഉണ്ട്. ഇത് അതുക്കും മൂത്തിട്ടുണ്ട്. ഇതിനൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ പറയാം പിരമിഡിൽ കൊണ്ടുപോയേക്കണം. മമ്മി ആയിട്ടുണ്ട് ഇതൊക്കെ. ഇതിനൊക്കെ അങ്ങനെ തട്ടേണ്ട ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഇവൻ ഇത് പറയുന്നത് കുറവാ. ഞാൻ ഏഷ്യാനെറ്റിൽ ചങ്ങാതിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അതായിരുന്നു ശരിക്ക്. അത് ഞാൻ യൂട്യൂബിൽ വീഡിയോയിൽ പറയുന്നില്ല എന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി കമ്മിങ് ടു താമര ആൻഡ് ചക്ക. താമരയും ചക്കയായിരുന്നല്ലോ ഈ ഒരു ഇലക്ഷൻ്റെ ഏറ്റവും വലിയ കോമഡി പീസുകൾ. അപ്പോൾ അഖിൽ മാരാർ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായി. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ, അതായത് അരുൺകുമാർ വായിക്കുന്നതാണ് അഖിൽ മാരാർ പറഞ്ഞത്. ബൈ ദ വേ, നിങ്ങൾക്ക് അഖിൽ മാരാറിൻ്റെ, ഡോക്ടർ റോബിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എത്രയാണ് ഇവർക്ക് കിട്ടിയ വോട്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹം കാണുമല്ലോ. ഇവിടെ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെകുത്താൻ്റെയും കൂടി വെക്കാം. ഓക്കെ. ചെകുത്താന് നോട്ടൊക്കെ കിട്ടി, അത്ര പോലും വോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ചുമ്മാ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത് അവസാനം വള്ളിയായി. അപ്പോൾ അഖിൽ മാരാർക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 13,000 വോട്ട്, 10,000ൻ്റെ അടുപ്പിച്ചെങ്ങാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അഞ്ജലിക്കും ഏറെക്കുറെ 10, റോബിൻ രാധാകൃഷ്ണനും ഒരു 10 അടുപ്പിച്ചുള്ള സംഗതി കിട്ടിയിട്ടുള്ളൂ. അജു അലക്സിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-ൽ താഴെ വോട്ട് മാത്രമായിട്ടാണ് കാണുന്നത്. ഫൈനലി എത്രയാണെന്നുള്ളത് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നോട്ടയ്ക്ക് കിട്ടിയ അത്ര പോലും വോട്ട് ചെകുത്താന് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ. 10-40 വോട്ട്, ഒരു 50 വോട്ടൊക്കെ വരുമായിരിക്കും. നോട്ടയ്ക്ക് അവിടെ 100 വോട്ടുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇവരൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ അരുൺ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അഖിൽ വിജയിച്ച വാർത്ത വായിക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തില്ല. അരുൺ എന്തായാലും വാർത്ത വായിച്ചിട്ടുണ്ട്, അതൊന്ന് കാണാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് അഖിൽ മാരാരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഇതൊന്ന് അരുൺകുമാർ പറയണം, ഒന്ന് വായിക്കണം എന്നുള്ളതാണ്. അരുൺകുമാർ വായിച്ചു, കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തു. പിന്നെ ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, 24 ആട്ടോ ഞാൻ കൂടുതലായിട്ട് കണ്ടത്. 24 റിപ്പോർട്ടറും അതിൽ 24 ഭയങ്കര രസമായിരുന്നു. ഹാഷ്മിയൊക്കെ എൻ്റെ മോനെ, ഹാഷ്മിയൊക്കെ തകർക്കായിരുന്നു. ഹാഷ്മി SKനും കൂടി ഉള്ള ഒരു തരം കോംബോ ഐറ്റങ്ങൾ ഇറങ്ങിയത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമായിരുന്നു. ഈ ധർമ്മടത്തെ സീനൊക്കെ വന്നപ്പോൾ പിണറായി വിജയൻ താഴെ പോയി എന്നൊക്കെ കേട്ടപ്പോൾ ഹാഷ്മിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. അയ്യോ, അൺഡിമാജിനബിൾ, അൺഅക്സെപ്റ്റബിൾ, ഒരു നിവൃത്തിയില്ല. അയ്യോ, ഒരു നിവർത്തിയില്ല. വയ്യ ധർമ്മത്തെ ബഡി മുഷ്കില്, ബഡി മുസ്കുറാത്തെ, ആകെ പ്രശ്നം. രണ്ടാളും ഇന്ന് ഒരു രക്ഷയില്ല, അന്യായിരുന്നു. രണ്ടാളും SKന്റെ ഇടയിൽ പറയുന്നുണ്ട് മുട്ട ട്രെൻഡിൽ നിന്ന് പോയോ, മുട്ടയ്ക്കൊക്കെ എന്തോ പറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിനിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കുറേ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, കുറേ ഹിന്ദി പറയുന്നുണ്ട്. വേറെ ലെവലായിരുന്നു കേട്ടോ ഇവർ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇന്ന് ഇവർ SKN ഹാഷ്മി കോംബോ ചിരിപ്പിച്ച് കൊന്നിട്ടുണ്ട് ഒരു വഴിക്ക്. ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടായിരുന്നു അത്. പിണറായി വിജയൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ചെറിയ ഡോസ് കൂടെ വയ്ക്കട്ടെ, ഇനി സമാധാനമാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും.
നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ. എൻ്റെ പൊന്ന് ചെങ്ങായി, ഇത് ഒരുമാതിരി 2020 കളിക്കാൻ പോയിട്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് 40 റണ്ണിലുള്ള ഓൾ ഔട്ടായ ടീമിൻ്റെ അവസ്ഥയിൽ പോയില്ല ഇപ്പം എൻ്റെത്. തള്ളിന് ഒരു കുറവ് ഇയാക്കില്ല കേട്ടോ. AKG സെൻറ്ററിന് മുന്നിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളുണ്ടോ, അതിലേക്ക് പോവാം. വളരെ ദയനീയമായ കാഴ്ചയാണ്. രാവിലെ മുതൽ ഒരു ആളും ആരവും ഇല്ലാതെ ഇങ്ങനെ AKG സെന്റർ കിടക്കുകയാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരും അതിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസുമാണ് AKG സെന്റർ. വളരെ പ്രൗഢിയോടുകൂടി പണിതുയർത്തിയ പുതിയ കെട്ടിടമാണ്. അവിടെ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ AKG സെന്ററിൽ ഇതാ കഴിഞ്ഞ ദിവസം തന്നെ KPCCയിൽ വർണ്ണപ്പന്തൽ, BJP ഓഫീസിൽ മോഹപ്പന്തലൊക്കെ ഉയർന്നപ്പോഴും AKG സെന്റർ ഇതുപോലെ തന്നെയായിരുന്നു, ശാന്തമായിരുന്നു. പക്ഷേ അപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിരുന്നില്ല. പക്ഷേ 8 മണിക്ക് ഇന്ന് MP ഗോവിന്ദനും അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശനും എത്തിയതല്ലാതെ മറ്റൊരു നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇവർ ഏറെക്കുറെ ഇവർക്ക് അറിയായിരുന്നു പൊട്ടും. അതിന് എത്ര സീറ്റ് നമുക്കൊരു 50എങ്കിലും പിടിക്കണം എന്നുള്ള മനസ്സ് മാത്രമേ അവർക്ക് ചിലപ്പോൾ കാണുമായിരിക്കുള്ളൂ. കോൺഫിഡൻസിന് മുകളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഇത് 100 കിട്ടും, 110 കിട്ടും, 105 കിട്ടും എന്നൊക്കെ. ഇവർക്ക് അറിയാം ഒന്നും കിട്ടാൻ. അതാണ് പന്തലും ഇല്ല, ലഡും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മൂഞ്ചി തെറ്റിയിരിക്കുന്നത്. പിന്നെന്താ 10 വർഷം ഭരിച്ചുകൊണ്ട് AKG സെൻറ്റർ ഇപ്പോൾ കാണുന്ന രീതിയിലല്ല. AC ഉണ്ട്, ആൾ കയറി വരുമ്പോൾ സ്ലൈഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഡോറുണ്ട്. പക്ഷെ പറ്റിപ്പോയത് എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാക്കിയത് മാൻഡ്രേക്കിൻ്റെ കാലത്തായിപ്പോയി. ഇനിയിപ്പോൾ ഇതൊരു തിരിച്ചുവരവ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്ന് കേട് വന്നാൽ റിപ്പയർ ചെയ്യാൻ വരെ ഇനിയിപ്പോൾ വക്കുണ്ടാവും എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ലടേ. കഴിഞ്ഞിട്ടില്ല. ഗോവിന്ദൻജി എന്തൊക്കെയോ പറയുന്നുണ്ട്, നോക്കട്ടെ. ഞാൻ 100 പറഞ്ഞിട്ടില്ല, പറഞ്ഞവരെല്ലാം പറയാണ്. അവർ 100+ പറഞ്ഞത്. ഇല്ലെങ്കിൽ വനവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരിലും അങ്ങനെയാണ്. ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഭാര്യ ജയിച്ചോ കോട്ടായ വീട് അല്ല 110 സീറ്റ് ഉന്നം വയ്ക്കാനോ? ഇതെന്തത് മാവിൻ്റെ മുകളിൽ ഉള്ള മാങ്ങിയ ഉന്നം വെച്ചെറിഞ്ഞിടാൻ? ഏതാ ഡയലോഗിലൊന്നും ഒരു കുറവ് വിറ്റാക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രശ്നം എന്താ അറിയോ, തോറ്റു എന്ന് ഉറപ്പായാലും നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ ഇവന്മാർ വിശ്വസിക്കില്ല. അപ്പം പറയും തോൽപ്പിച്ചോരെ കുറ്റാന്നുള്ളത്. ആക്സെപ്റ്റ് ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം തോൽവി ആക്സെപ്റ്റ് ചെയ്യില്ല. എടാ നിങ്ങൾ തോറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റതല്ല തോൽപ്പിച്ചതാണ്, അതിന് നിങ്ങൾ അനുഭവിക്കും. ഞാനത് പല ജാതി ക്യാപ്സ്യൂളായിട്ട് കുറ്റങ്ങൾ ഇറങ്ങും. ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എന്തുകൊണ്ട് തോറ്റു, അങ്ങനത്തെ ഒരു സീനും ഇല്ല. കുറേ പ്രതിക്രിയാവാദകവും മറ്റേ അന്തർധാരിയും ഒക്കെ പറഞ്ഞിട്ട് സന്ദേശം സിനിമയിലെ പോലെ 4 ഡയലോഗും അടിച്ച് പരിപ്പോടിയും ചായയും കുടിച്ചിട്ട് നീച്ചു പോകും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മൂഞ്ചിത്തെറ്റിയിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ്റെ സമയത്ത് മെയിൻ സ്ട്രീം ചാനലുകൾ അവരെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർക്ക് അത്ര തന്നെ കിടപിടിച്ച് നിന്ന വേറൊരാളുണ്ട് കേരളത്തിൽ, നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ. സിനിമ റിവ്യൂവറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ പൊളിറ്റിക്കൽ ഒരു അനാലിസിസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ റിവ്യൂവറായിട്ട് ആറാട്ടണ്ണനെ ഞാൻ ഈ അടുത്താണ് ശ്രദ്ധിച്ചത്. ആറാട്ടണ്ണ കൊള്ളാം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ പിണ്ണാക്ക് വിജയനായി. വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം. നമ്മുടെ പിണറായി വിജയൻ അങ്ങനെ പിണ്ണാക്ക് വിജയനായി. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരിക്കുക വിജയ. നാളെ ഡോക്ടർ റോബിൻ കുണ്ട്രയിൽ കുണ്ടി കാണിക്കട്ടെ. നാളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുണ്ട്രയിൽ കുണ്ടി കാണിക്കട്ടെ. തോക്കുന്ന ഉറപ്പാണ്. അയ്യോ, പിണ്ണാക്ക് വിജയൻ കുണ്ട്രയിൽ റോബിൻ്റെ കുണ്ടി കാണിക്കൽ. ചെങ്ങായി വേറെ അടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇയാൾ പൊരിഞ്ഞടി മലർത്തി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോബിനൊന്ന് വീണ്ടും ഇല്ലൊന്ന് കാണിക്കായിരുന്നു എൻ്റെ ഭാഗ്യം ആറാട്ടണ്ണൻജി. പിന്നെ പറയാനുള്ളത്, കമ്മികൾ ചിലപ്പോൾ ഈ പേരിൽ നിങ്ങൾ ഓടിച്ചിട്ട് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് കൊള്ളാം, അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു സുഖത്തിലങ്ങനെ പോയി. ഓക്കെ. രക്തസാക്ഷി ഫണ്ട് മുഖ്യ സീന് വന്ന സമയത്ത് തളിപ്പറമ്പിൽ ഇവരെല്ലാവരും കൂടി ഈ ചെങ്ങായിനെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് സൈഡാക്കി കളഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇപ്പം എന്താ റിസൾട്ട് ഉണ്ടായത്? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? ആൻഡ് അതുപോലെ തന്നെ KK രമട്ട പോസ്റ്റ് ഭയങ്കര കൊള്ളുന്ന ഒരു ഐറ്റമാണ് കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ റീത്തിങ് ചെയ്യേണ്ട സാധനങ്ങളാട്ടോ അതൊക്കെ. പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇതു മതി. കുലംകുത്തി എന്ന്
ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷം ചന്ദ്രശേഖരനു കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 51 വെട്ടി തീർത്ത മനുഷ്യൻ്റെ ഭാര്യ. ഇത് കുറഞ്ഞു പോയി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കുറഞ്ഞു പോയി. ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടി നാമാവിശേഷമാവും. കഴിയും, തീരും. പാവപ്പെട്ടവൻ്റെ കൂടെ ഇനിയും നിന്നില്ല എന്നുണ്ടെങ്കിൽ, രാജാവാണ് എന്നുള്ള തോന്നലിൽ നിങ്ങളിങ്ങനെ ഗർജിച്ച് നടന്നാൽ നിങ്ങൾ തീരും. രമേഷ് പിഷാരടി ഇന്ന് മീഡിയനെ അഡ്രസ്സ് ചെയ്തപ്പോൾ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല, മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അതാണ്. ദിസ് ഈസ് ദ പോയിന്റ്. ഭരിക്കുക എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അത് ഭരിക്കുക എന്ന് പറയും, പക്ഷേ ഇറ്റ്സ് എ സർവീസ്. ജനങ്ങളുടെ തലയിൽ കയറിയിരുന്ന് ഭരിക്കുകയല്ല വേണ്ട, പിണറായിയും കൂട്ടരും ചെയ്ത പോലെ. ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ നയിക്കാൻ പറ്റണം. ആസ് എ ലീഡർ ഫ്രണ്ടിൽ നിന്നിട്ട്. ഭരണം പേരിൽ മാത്രമാണ്, സർവീസാണ് ചെയ്യേണ്ടത്. ഇത് പിഷാരടി പറഞ്ഞത് സെറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന ഒരു വ്യക്തി ഇനി മുന്നോട്ട് രമേഷ് പിഷാരടിയാണ്. വൈ? ബിക്കോസ് ഇലക്ഷൻ്റെ സമയത്തൊന്നും അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയമാണെങ്കിലും വളരെ കുറച്ചാണ് സംസാരിച്ചത്. എല്ലാം പാർട്ടി പറയുന്നൊരു മൂഡിലാണ് പോയത്. എങ്ങാനും വല്ല മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ പല വകുപ്പും കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു ആക്ടറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇയാളുടെ പെർഫോമൻസ്, എങ്ങനെയാണ് മുന്നോട്ട് ഇയാൾ രാഷ്ട്രീയം പറയുന്നത് എന്നുള്ള കാര്യം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് രസമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ കേരളത്തിലുള്ളത് ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയില്ല. ഇനി കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. വീണ ജോർജൊക്കെ പോയി. ഏത് വീണനൊക്കെ തീർത്തു. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഗോയിങ് ടു തമിഴ്നാട് പൊളിറ്റിക്സ്, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ് പറ്റിയത്. ഐ അണ്ടർഎസ്റ്റിമേറ്റഡ് വിജയ്, ജോസഫ് വിജയ് ഭയങ്കരമായിട്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ ഒരു രക്ഷയില്ല. ഇയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുത്തതെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ടി വിക്ക് എൻ്റെ മാനിഫെസ്റ്റോ ഒക്കെ എടുത്ത് നോക്കുന്നത്. വുമൻസ് വെൽഫെയർ, ഹെൽത്ത് ഫോർ ഓൾ, എഡ്യൂക്കേഷൻ റെവല്യൂഷൻ, ജോബ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഫാർമേഴ്സ് ഫസ്റ്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് ബേസിക് കമ്മ്യൂണിറ്റീസ്, ആൻറ്റി ഡ്രഗ് സോഷ്യൽ ഹാർമണി, ക്ലീൻ ഗവേണൻസ്, ഫ്യൂച്ചർ റെഡി തമിഴ്നാടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എടുത്തു വെച്ച കുറേ പ്രൊജക്റ്റുകളും ഇയാളുടെ മാനിഫെസ്റ്റോൻ്റെ അകത്തൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ. ഒരു രക്ഷയുണ്ടാവില്ല. 2 വർഷമായിട്ടേ ഉള്ളൂ. വേറെ ഒരു പാർട്ടീനായിട്ട് അലയൻസിന് ഇല്ല. ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇയാൾ കാണിച്ച മാജിക് ഉണ്ടല്ലോ, അൺബിലീവബിൾ മാൻ. ഒന്നും പറയാനില്ല. ഇയാൾ തീർത്ത് കളഞ്ഞ്. ആൻഡ് വിജയ് തമിഴ്നാട്ടിൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ തമിഴ്നാട് ചെന്നപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് 2-3 ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറയാം. ഗ്രാസ് റൂട്ട് ലെവലിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവിടുത്തെ സീവേജ് ക്ലീനിങ് ചെയ്യുന്ന തൊഴിലാളികൾ, ബേസിക് മനുഷ്യന്മാരുണ്ടല്ലോ, ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യന്മാർ. പറയുക ഒരു 18 വയസ്സിന് മുകളിൽ മുതൽ ഒരു 50 വയസ്സ് വരെ ഇടയിലുള്ള സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വോട്ടവകാശമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇയാൾ ഇടിച്ച് കയറിയതുണ്ടല്ലോ. അതൊരു രാജാവിൻ്റെ ഫിഗറിലല്ല ഇയാൾ ഇടിച്ച് കയറിയത്. നെക്സ്റ്റ് ഡോർ ബോയ്. ഇപ്പോൾ സിനിമയെ കാണുമ്പോൾ തന്നെ വിജയോട് നൻപികൾ എന്ന് വിജയ് വിളിക്കുമ്പോൾ തന്നെ വീഴുന്ന തമിഴ്നാട്ടുകാരാണ്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത് വീഴുമെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇയാളെടുത്ത വർക്ക്, ഇയാളെടുത്ത ഒരു എഫേർട്ട്. സ്റ്റാലിനും ടീമൊക്കെ എന്താ പറയുക, രാജാക്കന്മാരെ പോലെ. ഇവിടുത്തെ പിണറായി വിജയനാണ് അവിടുത്തെ സ്റ്റാലിൻ. ചെങ്ങായിമാരിങ്ങനെ 4 ആളെ കാണിക്കാൻ 10 കോടിയും വെച്ച് 4-5 പോഷ് കാറിലിങ്ങനെ പോകും. സംഗതി ശരിയാണ്. വിജയിനെ ഈ ഫ്ലവർ ബോംബ് എന്നൊക്കെ പറഞ്ഞ് ട്രോളി എല്ലാം ഉണ്ടായിട്ടുണ്ട്. അയാളുടെ പേഴ്സണൽ ലൈഫ് സീനാക്കി, അയാളെ സിനിമ തടഞ്ഞ്, അയാൾക്ക് ഇനി ചെയ്തു കൂട്ടാൻ പറ്റാത്ത രീതിയിൽ അയാളെ ദ്രോഹിച്ചു. കരൂർ ദുരന്തം അടക്കം വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഫിക്സ് ചെയ്ത സമയത്ത് വിജയ് അവിടെ ഉണ്ട്, പക്ഷേ അതിന് ശേഷം പോലീസ് കൺട്രോളിൽ ഈ സംഗതി ഉണ്ടാവുമ്പോൾ അതെങ്ങനെ വിജയുടെ കുറ്റമാവും. അങ്ങനത്തെ കുറേ സീനുകൾ ഇപ്പോഴും ചോദിച്ചിട്ടായിട്ട് നിൽക്കുമ്പോഴാണ് ഇയാൾ ഇനി തമിഴ്നാടിൻ്റെ CM ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഒരു സിനിമ ഫ്രെയിം പോലെ വിജയ്, നിങ്ങളൊന്ന് ആലോചിക്കുക. ഹാറ്റ്സ് ഓഫ്. ഒരു രക്ഷയില്ല. അവിടെ ഞാൻ സോറി പറയാണ്. തെറ്റ് പറ്റി നമ്മൾ പറയണം. ഐ അണ്ടർ എസ്റ്റിമേറ്റഡ്. ബട്ട്
ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഇങ്ങനെയൊക്കെയാണ് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത് സാധാരണക്കാരെ കൂട്ടുപിടിച്ച് ഭരണം അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് അതിനൊരു റേഞ്ച് വേണം. ആ റേഞ്ച് ചങ്ങായി കാണിച്ച് വേറെ ലെവലായിട്ടോടെ. ഇനിയിപ്പം ബാക്കിയുള്ള 2 കൂടിയും കൈ കൊടുത്തിട്ട് ഇയാൾക്കെതിരെ നിൽക്കാഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നേ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വൈ? ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയധികം വിഷയങ്ങൾ ഈ പിണറായിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അക്കൗണ്ട് അടിച്ച് കളയൽ, പോലീസ് കേസ്, നടുറോട്ട് നടി. എനിക്ക് കണ്ണൂർ പോകുമ്പോഴേ എനിക്ക് പേടിയായി. ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറഞ്ഞു കണ്ണൂർ ചെയ്യാനില്ല, കണ്ണൂർ ഭാഗത്ത്. ഞാൻ എനിക്കുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കണ്ണൂരുകാർ നല്ലവരായ ആൾക്കാരുണ്ട്, പക്ഷേ പാർട്ടി ഭ്രാന്ത് പിടിച്ച പിണറായി തലയ്ക്ക് പിടിച്ച കുറേ എണ്ണങ്ങൾ എനിക്ക് തന്നിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ മോശമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. UDF എന്താണെങ്കിലും നേരത്തെ പറഞ്ഞത് തൂക്കിയതല്ല, തീർത്തതാണ്. LDFനെ തീർത്ത് കളഞ്ഞു. ബേസിക്കായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലത്. സ്ട്രോങ് ഒപ്പോസിഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐക്കണിനെ കൊടുന്ന് പ്ലേസ് ചെയ്യണം. ഒരു നേതാവിനെ നിങ്ങൾ കണ്ടുപിടിക്കണം, അത് പിണറായി ആവരുത്. ഓക്കെ, അപ്പോൾ അതെന്താണെങ്കിലും നിങ്ങളൊരു സ്ട്രോങ് ഒപ്പോസിഷനായിട്ട് നിൽക്കുക. കാരണം താമര 3 വിരിഞ്ഞു കേരളത്തിൽ, ഇനി വിരിയരുത്, വിരിയാൻ പാടില്ല. അതുപോലെ പത്മജയൊക്കെ നിർത്തിപ്പോയി കൂടെ ചേച്ചി, സീരിയസ് ആയിട്ട് പയ്യ നിങ്ങൾക്കൊന്നും നടക്കില്ല. പിന്നെ എന്തിനാണ്? പിന്നെ പത്മജയ്ക്കുള്ള തോൽവി ഒരു പരിധി വരെ അത് മറ്റേ സിംഹവാലിൻ്റെ പ്രശ്നമാണ്. സുരേഷ് ഗോപി മൂപ്പര സീനുകൊണ്ടാണ്. അന്നേരം ജയിപ്പിച്ച് വിട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആക്ഷേപമൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇലക്ഷൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് കോമഡികൾ സംഭവിച്ചാൽ ഞാൻ എന്താണെങ്കിലും വരാം. ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, UDF ജയിച്ചു. എനിക്ക് പേഴ്സണലി VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ താല്പര്യം. ബിക്കോസ് അയാൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചു. 100+ അയാൾ പറഞ്ഞു, 100+ അയാൾ നേടിക്കൊടുത്തു. ഇനി ഒരുത്തനെയും കൊണ്ടുവന്ന് ഇരുത്താൻ പാടില്ല. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് ഈ നാട്ടുകാരുടെ മുന്നിൽ ഒരു 10 അടിയും തല്ലും കസാലയ്ക്കുള്ള പിടിവലിയും മറ്റൊന്നും ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നാണം കിടരുത്. ദാറ്റ് ഈസ് CM VD സതീശൻ തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്.